Lisa, come to my cabin. May I come in, madam? Yes. മാം, എന്തിനാ വിളിപ്പിച്ചത്? എനിത്തിങ് സീരിയസ്? അതെ, തനിക്ക് ഇത്ര റെസ്പോൺസിബിലിറ്റി പറഞ്ഞ സാധനമൊന്നുമില്ലേ? താൻ ഇന്നലെ എന്ത് ഫയലാണ് MK ഗ്രൂപ്പിന് അയച്ചിരിക്കുന്നത്? താൻ എന്ത് പൊട്ടത്തെറ്റ അതിൽ അയച്ചിരിക്കുന്നത്? ജസ്റ്റ് 1 hour ഞാൻ ടൈം തരും. അതിനുള്ളിൽ ആ ഫയൽ തിരുത്തി കംപ്ലീറ്റ് ആക്കി എന്റെ ടേബിൾ ഉണ്ടായിരിക്കണം. ഗെറ്റ് ഔട്ട്. ഡി ചേച്ചി, എന്ത് പറ്റി? രാവിലെ തന്നെ മൊത്തം കലിപ്പാണല്ലോ. ആ MK ഗ്രൂപ്പിന്റെ ഫയലിന്റെ കാര്യമാണോ? അത് കുഴപ്പമില്ല, അതവിടെ തിരുത്തിക്കോളും. നീ അതിന് വലിയ സീനാക്കി എടുക്കൊന്നും വേണ്ട. തിരുത്തിയാൽ മതി. അല്ലെങ്കിൽ എല്ലാ വർക്കും കൂടെ എന്റെ പൊന്നു പെങ്ങോടെ തലയിൽ അങ്ങോട്ട് ഞാൻ വെച്ച് തരും. അല്ല, നിനക്ക് വർക്കൊന്നുമില്ല വെച്ചേ? ഏത് നേരം നോക്കിയാലും കറക്കമാണല്ലോ. അവിടെ എവിടെയും പോയിരുന്ന് വർക്ക് ചെയ്യാൻ നോക്കിക്കേ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ 2 ഫയല് തരാം, അതൊന്ന് കംപ്ലീറ്റ് ആക്കിക്കേ. അയ്യോ വേണ്ടായേ, നിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതാ. എനിക്ക് അവിടെ ലോഡ് വർക്ക്, അതിന്റെ ഇടയിൽ കൂടെ ഇടും. ഒന്ന് പോടി. നീ കുറച്ച് കൂളാകും. വെറുതെ ദേഷ്യപ്പെടുമ്പോഴാണ് സ്റ്റാഫിനൊക്കെ നിന്നോട് ദേഷ്യം തോന്നുന്നേ. മനസ്സിലായോ? എന്നെ കണ്ട് പഠിക്കണം. അല്ല, ഒരു മിനിറ്റ്. ആനിന്റെ ഫ്ലൈറ്റ് വരേണ്ട ടൈം ആയില്ലേ? എന്റെ കർത്താവേ, ശരിയാണല്ലോ. അയ്യോ, 12 മണി ഫ്ലൈറ്റ് വന്നിട്ടുണ്ടാവും. ഓ, ഞാൻ കാർ അയക്കാണെങ്കിൽ മറന്നു. രാവിലെ തന്നെ ഫയലിന്റെ പ്രശ്നത്തിൽ പെട്ടുപോയി. ഓ, ഞാൻ വിചാരിച്ചിട്ട് നീ കാർ അയച്ചിട്ടില്ല. നീ ഒന്നും ചെയ്തില്ലേ? ആ ബെസ്റ്റ്. എനിക്ക് അവൾ വരുന്ന കാര്യമേ ഓർമ്മയില്ല, എന്നിട്ടാണ് കാർ അയക്കല്. ഇന്നലെ പറഞ്ഞത് അവള് വിളിച്ചിട്ട് എയർപോർട്ടിൽ എങ്ങനെ പോസ്റ്റ് ആക്കിയ ബാക്കിയതും. അവള് വന്നില്ലെന്ന് 2 എണ്ണത്തിനെയും കൊല്ലും, അത് ഉറപ്പാ. ഓ, നോക്കി നിൽക്കാണ്ട് വാ, പോവാ എയർപോർട്ടിലോട്ട്. വേഗം ഒന്ന് ഓടും സാറേ, അല്ലെങ്കിൽ ആ പെണ്ണ് നമ്മളെ കൊല്ലുന്നു. ഇതെന്ത് കൂട്ടോട്ടം മിസ്റ്ററിയോ? ഇവരെന്തിനാ ഓടുന്നേ? ഇനി ചിലപ്പോൾ ഓഫീസിലെങ്ങാനും ഒരു മാരത്തോൺ വെച്ചിട്ടുണ്ടാവോ? ജയിക്കുന്ന ആൾക്ക് സാലറി കൂട്ടിക്കൊടുക്കോ? എന്നാ ഞാനും ഓടാ. എന്റെ കഴിവ് വെളിയിലെടുക്കേണ്ട സമയമായിരിക്കുന്നു. കിട്ടിയ ഒരു ബിരിയാണി, പോയ ഒരു ചട്ടി, അത്രയല്ലേ ഉള്ളൂ. ഇവനിതെങ്ങോട്ട് ഓടുന്നേ? ഇവനും കട്ടായ ജാക്സൺ. എന്താടാ? പറ പറ. എന്തിനാടാ ഓടുന്നേ? നിനക്ക് വയ്യേ? ഒരു സംഭവമുണ്ട്, ഓഫീസിൽ മാരത്തോൺ നടക്കുക. ജയിക്കുന്നവർക്ക് സാലറി കൂട്ടി കൊടുക്കും. നമ്മുടെ മറിയ മാം, സാറ മാം ഓടുന്നുണ്ടായിരുന്നു. നീയും കൊടുക്കോ? ആരെ ജയിക്കാൻ നമുക്കൊന്ന് നോക്കാലോ. മാരത്തോണോ? സാറ മാം, മറിയ മാം ഓട്. ഏ ചേടാ പൊട്ടാ, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധിന്നെങ്കിലും എനിക്ക് വിളിക്കായിരുന്നു. എടാ പൊട്ടാ, സാറ മാമിന്റെ മറിയ മാമിന്റെ അനിയത്തി വരുന്നുണ്ട്. അപ്പൊ ആളെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോയത്. എന്നോട് സാറ മാം ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞിട്ടാ പോയത്. അത് അവര് ഓടി, ടൈം വൈകിയതുകൊണ്ട്. അല്ലാതെ മാരത്തോണൊന്നും അല്ല ഇങ്ങനെ കിടന്ന് ഓടാൻ. ഏ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ബെസ്റ്റ്, കാർ അയക്കാൻ വേണ്ടി കാറിന്റെ ABCD ഇവിടെ കാണാനില്ല. ഓ ഇഷ്ടം. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. Hey cutie, what's your name and are you single? ഓ കാട്ടുകോഴി, വാട്ട്സ് യുവർ പ്രോബ്ലം ആൻഡ് വാട്ട് യു വാണ്ട്?
ഐ വാണ്ട് യു ബേബ്. അമ്മേ, അയ്യോ, ആരാണ് ഇവിടെ പടക്കം പൊട്ടിച്ചത്? ചേച്ചി, ആൻ, ആൻ. ആനയോ? ആനഞ്ഞൊന്നും ഇപ്പൊ കാണാൻ പോകാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആനിനെ വിളിച്ച് പോണ വഴി വേണമെങ്കിൽ നമുക്ക് ഞാൻ രണ്ട് ആനിനെ കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. സീരിയസ് ഒരു കാര്യത്തിൽ വരുമ്പോ അവിടെ ആനനെ കാണാൻ പോകില്ല. ആനിനൊക്കെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, എന്താ നമുക്ക് ആനിനെ പോയി വിളിക്കാം. ഓ, അതെന്റെ ചേച്ചി. ആൻ, ആൻ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്റെ കർത്താവേ, ആൻ, ഇവളെന്താ കാണിക്കണേ? ആൻ, എന്റെ പൊന്നു കൊച്ചേ. എന്താ ചേട്ടാ, ആരാടാ നീ? എന്താ ഇവിടെ പ്രശ്നം? ഇവൾ എന്നെ തല്ലി. നിനക്ക് ഞാൻ ഇപ്പൊ തരാം. എന്റെ ഏട്ടന്മാരൊന്ന് വരട്ടെ. ആ, വന്നല്ലേ എന്റെ ഏട്ടൻ. എന്താടോ, എന്താ പ്രശ്നം? ഏട്ടാ, ഇവൾ എന്നെ തല്ലി. ഓഹോ, എന്റെ അനിയനെ തല്ലാൻ മാത്രം ആയോടി നീ? Tómame la mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. അവളെ എങ്ങാനും തൊട്ടാലുണ്ടല്ലോ. Nada más. Ven pa' acá, ven pa' acá. Y ahora, tómame la mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. No sé una arena, no sé nada más. Ven pa' acá, ven pa' acá. Y ahora, tómame la mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. No sé una arena, no sé nada más. Ven pa' acá, ven pa' acá. Y ahora, tómame la mano que tú eres cosa buena. Esta noche. സ്റ്റോപ്പ് ഇറ്റ്. എന്താ ഇവിടെ? ഇതൊരു എയർപോർട്ടാണ്, കുറച്ച് മര്യാദ പാലിക്കണം. സാർ, ഇവളന്മാര് ഞങ്ങളെ തല്ലി. ഇവരെ അറസ്റ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ആരാ നിങ്ങളെ തല്ലിയത്? മാഡം, സോറി മാഡം, ഇവന്മാരെ ആളറിയാതെ ഓരോന്ന് പറഞ്ഞതോ. നിങ്ങൾ പൊക്കും, ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങളൊക്കെ. സാർ, ഇത് എവിടത്തെ ന്യായോ? അവള് മാറ്റില്ലേ ഞങ്ങളെ തല്ലി, അപ്പൊ അവരല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഞങ്ങളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? ടാ, മിണ്ടാതിരിക്കടാ. ആ പോയ മൂന്നെണ്ണം ആരാ നിങ്ങൾക്ക് അറിയോ? വേൾഡിലെ തന്നെ ഫേമസ് ബിസിനസ് ഗ്രൂപ്പായ ക്രൗൺ സ്റ്റോൺ ഗ്രൂപ്പിന്റെ ഓണേഴ്സ് ആണ് ആ പോയ മൂന്ന് ആൾക്കാർ. ഈ മൂന്ന് പെൺകുട്ടികൾ കാരണം ഈ ലണ്ടനിൽ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ആ ഒരു കമ്പനി മാറിയത്. ഈ കൊച്ചി, നിനക്കെന്താ വട്ടാണോ? എവിടെയൊക്കെ പോയിട്ട് അടി ഉണ്ടാക്കുന്നത്? കാല് കുത്തിയില്ല, അതിനുള്ളിൽ തുടങ്ങിയോളൂ. അപ്പൊ ഞങ്ങൾ അതിൽ വലിച്ചിട്ടു. ഓ ആയിക്കോട്ടെ. അല്ല, അതവിടെ നിൽക്കട്ടെ. വല്ലാതെ വിഷയം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് ഞാൻ എപ്പ എന്നെ വിളിക്കാൻ വരാനാ പറഞ്ഞേ? എത്ര നേരം എന്നെ എയർപോർട്ടിൽ പോസ്റ്റ് ആക്കി? കുറച്ച് ഉത്തരവാദിത്തം പോലും വേണം. ഒന്നിലേലും 2 വർഷത്തിന് ശേഷം പെങ്ങള് വരികയല്ലേ, അതിന്റെ കുറച്ചെങ്കിലും ഇത് കാണിച്ചൂടെ എന്റെ രണ്ട് പിന്നാര ചേച്ചിമാർക്ക്? അയ്യോ, ഒന്ന് നിർത്തോ, മതി അടി ഉണ്ടാക്കിയത്. ശരി, പിന്നെ എങ്ങോട്ടാ? ഓഫീസിലോട്ടാണോ അതോ വീട്ടിലോട്ടാണോ? നേരെ വീട്ടിലോട്ട് പോവാ. നല്ല ക്ഷീണമുണ്ട്. ഹലോ, എന്താ ജാക്സൺ വിളിച്ചത്? അപ്പോഴേ ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, അതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റാതിരുന്നത്. എന്താ കാര്യം? വാട്ട്? ഡാം ഇറ്റ്. എന്താടി? എന്താ കാര്യം? എന്തൊക്കെ? അത് തന്നെ, എന്തൊക്കെ ചേച്ചി? എനിക്ക് ഗ്രൂപ്പായിട്ടുള്ള കോൺട്രാക്ട് കാലിൻ ഗ്രൂപ്പിനെ കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ ചേച്ചി, അവന്മാര് മനഃപൂർവ്വം പണിഞ്ഞു തന്നതായത് നമുക്ക്. എനിക്ക് നല്ല ഉറപ്പാതിൽ. ശരി, ഓക്കെ, പോയത് പോട്ടെ. അവന്മാർക്കൊരു പണി അത് കൊടുത്തേ പറ്റൂ. ബട്ട് എങ്ങനെ? എന്ത് കൊടുക്കാൻ? ആളെ വിട്ട് തല്ലാൻ പറ്റൂലേ നമുക്ക്? വെയിറ്റ്, ഫാഷൻ ഇവന്റ് വരാൻ പോവല്ലേ? ഇത്തവണ ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ കമ്പനി കോമ്പറ്റീഷൻ ഇറങ്ങുന്നേ? എല്ലാ തവണയും അവന്മാരുടെ കമ്പനിയല്ലേ കോമ്പറ്റീഷന് ജയിക്കാറ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഇത്തവണ ഫസ്റ്റ് ടൈം നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോ ജയിക്കണം. ദാറ്റ്സ് ഇറ്റ്. ജയിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അവന്മാർക്ക് കൊടുക്കാനുള്ള പണിയും ആവും, വിജയവും ആവും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? നീ പറഞ്ഞത് നല്ല ഐഡിയ ഒക്കെ തന്നെയാ, ബട്ട് അത് വർക്കൗട്ട് ആവത്തില്ല. ഇതുവരെ ആയിട്ടും ഇവന്റിന് പങ്കെടുക്കാനുള്ള മോഡലിനെ കൂടി തയ്യാറാക്കിയിട്ടില്ല. ഓ, ഇതാണ് ഇപ്പൊ ഇത്രയും വലിയ പ്രോബ്ലം. എന്നാ പിന്നെ ഞാൻ മോഡൽ ആയിക്കോളാം, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ മോഡൽ ആവാം. അതൊരു നല്ല ഐഡിയ ആണല്ലോ ചേച്ചി. ഇവൾക്കാണ് കുറച്ച് മോഡലിനൊക്കെ അറിയാലോ, അപ്പോ ഇവളാണല്ലോ ബെറ്റർ. എന്തായാലും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ജസ്റ്റിനാണല്ലോ നിന്ന് മോഡലാവുന്നത്. കാരണം വെച്ചാൽ എല്ലാ തവണയും അവനെ നിൽക്കാറ്, അവൻ ജയിച്ചിട്ടുണ്ട്. സോ ഇത്തവണ ആനാവട്ടെ മോഡൽ നമ്മുടെ ഗ്രൂപ്പിന്. നീ നിന്നോ. എനിക്കും തോന്നുന്നു അതാ നല്ലത്. ഇത്തവണ നിൽക്കുന്നത് ബെറ്റർ. ബട്ട് എന്തായാലും നമ്മുടെ മുന്നിൽ ടൈം ഇല്ല.
2 വീക്സ്, ജസ്റ്റ് 2 വീക്സേ നമ്മുടെ മുന്നിലുള്ളൂ. അതിനുള്ളിൽ എല്ലാം പക്കയായിരിക്കണം. അതൊന്നും ഓർത്ത് ചേച്ചി ടെൻഷനാവണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഇത്തവണ നമ്മൾ ജയിച്ചിരിക്കും. അത് ഞാൻ എന്റെ ചേച്ചിമാർക്ക് തരുന്ന വാക്കാം. ഓക്കെ? ਤੈਨੂੰ ਸ਼ਰਾਰਤ ਸਿਖਾਵਾਂ ਜਦੋਂ ਨੈਣਾ ਲੜਾਵਾਂ ਤੈਨੂੰ ਸ਼ਰਾਰਤ ਸਿਖਾਵਾਂ ਜਦੋਂ ਨੈਣਾ ਲੜਾਵਾਂ ਨੈਣਾ 'ਚ ਮੇਰੇ ਇੱਕ ਨੀਲਾ ਸਮੁੰਦਰ ਨੈਣਾ 'ਚ ਮੇਰੇ ਇੱਕ ਨੀਲਾ ਸਮੁੰਦਰ ਮੈਂ ਡੁਬਕੀ ਲਾਵਾਂ Exclusive DJ Dulas Une Remix. ഫൈനലി അവളുമാരുടെ കോൺട്രാക്ട് നമുക്ക് കിട്ടി. അത് ശരിയാ, ഈ കോൺട്രാക്റ്റിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു നമ്മള്. ഇപ്പൊ അത് നമുക്ക് സ്വന്തം. പക്ഷെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാ. അവർക്ക് നന്നായിട്ട് അറിയാം ഇത് നമ്മൾ അവർക്ക് കൊടുത്തൊരു ചെറിയൊരു പണിയാണെന്ന്. എന്തായാലും അവളുമാരുടെ സ്വഭാവം വെച്ച് ഇങ്ങോട്ടൊരെണ്ണം പ്രതീക്ഷിക്കാം. എന്തായാലും ആ പണി ഫാഷൻ ഇവന്റിൽ തന്നെ ആയിരിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത്തവണ ഫസ്റ്റ് ടൈം അല്ലേ അവര് മത്സരിക്കുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ. അല്ലടാ, അവരുടെ മോഡൽ ആരാന്ന് വല്ലതും അറിഞ്ഞോ? അവർക്ക് മോഡലേ കിട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. മോനെ ജസ്റ്റിനെ, നീയാണ് ഞങ്ങളുടെ ആകെ പ്രതീക്ഷ. ഇത്തവണയും എല്ലാ തവണത്തെയും പോലെ നമ്മൾ തന്നെയല്ലടാ. അതിനെന്തായിട്ടോ ഒരു ഡൗട്ട്. ഇത്തവണയും എല്ലാ തവണത്തെയും പോലെ നമ്മൾ തന്നെ ജയിക്കും. അത് ഞാൻ ഏട്ടന് തരുന്ന വാക്കാ.